ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബലൂൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റമായിട്ടാണ്. ഒന്നല്ല രണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം തുടങ്ങിയാലോ. അപ്പോൾ നമ്മളിത് ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യമാണുള്ളത്. ഈ ന്യൂസ് പേപ്പറിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ലേ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയെ. കുറച്ച് അധികം തന്നെ കട്ട് ചെയ്യണേ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ കട്ടിങ് പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞോളൂ കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൂ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഏതെടുക്കുന്നത് വെച്ചാൽ ഫെവിക്കോളാണ്. ഫെവിക്കോളും കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ബലൂണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബലൂണിൽ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഈ പേപ്പേഴ്സിന് ഒരു ലെയറായിട്ട് ആദ്യം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം 6 ലെയറും കൂടി ഇതേപോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കണേ. മൊത്തത്തിൽ 7 ലെയറായിട്ടോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് പേപ്പേഴ്സ് അധികം തന്നെ കട്ട് ചെയ്തെടുക്കാൻ. അതിന് വേണ്ടിയിട്ടാട്ടോ നല്ല തിക്കിൽ തന്നെ ചെയ്തെടുക്കണേ. നല്ലതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തതിന് ശേഷം നാളെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതേപോലെ ഒന്ന് സർക്കിൾ വരച്ചു കൊടുക്കുക. അപ്പോൾ സർക്കിൾ വരച്ചു കൊടുക്കാനായിട്ട് മൂടിയോ അല്ലെങ്കിൽ കോമ്പസ് എങ്ങാനും വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതാ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ബലൂൺ എടുക്കണ്ടേ. അപ്പോൾ ബലൂണിന് ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി ഇതാ നമ്മളിതാ ബലൂൺ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി കണ്ടില്ലേ ബലൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സർക്കിൾ നല്ല അടിപൊളിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് സർക്കിൾ വരച്ചിരുന്നല്ലോ, ആ സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഡിസൈനാണ് വേണ്ടതെങ്കിൽ അതേപോലെ ഡിസൈൻ എടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴെ ഭാഗം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ബലൂൺ ആകുമ്പോൾ നമുക്കിത് ടേബിളിലൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാട്ടോ താഴെ ഭാഗം ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അക്രീലിക് കളർ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പെയിൻ്റ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ ഫ്ലവേഴ്സൊക്കെ നിറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലേ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ഉണങ്ങുമ്പോഴേക്ക് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഫോം ഷീറ്റ് 2 കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സർക്കിൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിത് കോയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ തന്നെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റല്ല എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. ഞാനും ഇതേപോലെ സിമ്പിൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. അത് മാത്രമല്ല നമുക്ക് കുട്ടികൾക്കായാലും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സിമ്പിളാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാനും ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ സർക്കിൾ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ 2 കളറിനും കുറച്ച് സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കളറ് റെഡും സിൽവർ കളറുമാണ്. അതൊക്കെ നിങ്ങൾ എടുക്കുന്ന പെയിൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് 2 കളറിലും കുറച്ച് എടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ചെറിയ ചെറിയ സർക്കിളും വേണം കേട്ടോ. അപ്പോൾ ചെറുതെടുക്കാനായിട്ട് ഞാനിത് പേപ്പർ പഞ്ച് എടുത്തിട്ടുണ്ട്. പേപ്പർ പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ സാധാ ഒരു കുഞ്ഞ് സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഇതേപോലെയാണ് വേണ്ടത്. ഇതേപോലെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം തന്നെ ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 2 കളർ തന്നെയാട്ടോ എടുക്കുന്നത്, സിൽവറും റെഡും. ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഇനി ലേസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാറ്റിൻ റിബണിലും ഇതേപോലെ ചെറുത് കിട്ടാനുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വൂളൻ ത്രെഡിലായാലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ 2 കളറാണ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ക്രോസിംഗ് ആയിട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ ചൂടാതിന് ശേഷം ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സർക്കിൾ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലുതും കുറച്ച് ചെറുതും 2 കളർ മിക്സ് ആക്കിയിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് ഒന്നും അപ്ലൈ ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മണ്ണോ അല്ലെങ്കിൽ കല്ലോ നിറച്ചിട്ടാണ് ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ പെയിൻറ്റിൻ്റെ ഒരാവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അത് ചെയ്യണമെന്ന് ഒരാവശ്യമില്ല കേട്ടോ. നമുക്ക് കാണാനൊന്നും പോണില്ലല്ലോ. ഫ്ലവേഴ്സൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതൊന്നും കാണില്ല കേട്ടോ. അപ്പം പിന്നെ പെയിൻറ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ളവർക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ
കണ്ടല്ലോ, ഇതേപോലെയാണ് ഒട്ടിക്കേണ്ടത്. ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാന്ന് വെച്ചാൽ അടുപ്പിച്ചല്ല കുറച്ച് ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതേപോലെ ഇത് അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഈ കളർ കോമ്പിനേഷനും കൂടി ആയതുകൊണ്ട് നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തീമിലാണോ ചെയ്യേണ്ടത് അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ അടിപൊളി ലുക്ക് ഔട്ടോ കാണാൻ. ഇനി ഇങ്ങനെ തന്നെ വെക്കാനും നല്ല ഭംഗിയുണ്ട്. ഇത് ഫ്ലവറൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ വെക്കാനും നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാലും അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഇതിലും സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഇതേ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബലൂണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 ലെയറായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒട്ടിച്ച് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഞാനിത് അതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ബലൂൺ അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അതേപോലെ സർക്കിൾ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ആദ്യം നമ്മൾ ചെയ്തില്ലേ അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ സർക്കിളിന് പകരം ഇവിടെ ഒരു ഡിസൈനായിട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. സർക്കിളോ ഡിസൈനോ എന്തെങ്കിലും വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ആ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ കേട്ടോ. മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ സെയിം മെത്തേഡ് തന്നെ. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നേരത്തെ ചെയ്തത് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്തത്. ഇതിൽ പെയിൻ്റ് ഒന്നല്ല കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതിലിതാ ഞാനൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് തെർമോക്കോൾ ബോൾസാണ് എടുക്കുന്നത്. ഈ തെർമോക്കോൾ ബോൾസ് ഒന്ന് ഇതിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് ഒട്ടിച്ചെടുക്കാനൊക്കെ വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് പ്രത്യേകിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. കളർഫുൾ ആയതുകൊണ്ട് തന്നെ നല്ല മിക്സഡ് കളറാണല്ലോ, അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഇനി പ്ലെയിൻ കളേഴ്സിൽ തന്നെ ചെയ്തെടുത്താലും നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇനി ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഒട്ടാതായിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ അത് ഒട്ടിക്കിട്ടാൻ. പിന്നെ ഒട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങനെ പറഞ്ഞൊന്നും പോകില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ. ഇതിന് പെയിൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ, ആദ്യം ചെയ്തതിനെക്കാട്ടി വളരെ സിമ്പിൾ തന്നെയാണ് കേട്ടോ. ഇതും ഇതേപോലെ ഇതിൽ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാലും അടിപൊളി ലുക്കാണ്. ഇതിൻ്റെ ഉള്ളിലും ഞാൻ പെയിൻ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പെയിൻ്റൊന്നും അപ്ലൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് 7 ലേയേഴ്സ് ഒട്ടിച്ചെടുക്കുന്നുണ്ടല്ലോ. അത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നല്ലതുപോലെ ഉണങ്ങുക. ഒരു ഡേ തന്നെ നമുക്കത് ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ. എന്നാൽ നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഉണങ്ങുന്നതിന് മുമ്പാണ് നിങ്ങളിത് ആ ബലൂണൊക്കെ പൊട്ടിച്ചെടുക്കുന്നതെങ്കിൽ അത് ചുളിഞ്ഞു പോകും, പേപ്പേഴ്സൊക്കെ അങ്ങോട്ട് ചുളിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിൽ. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെയിൻറ്റ് കൊടുക്കുക. അതേപോലെ പെയിൻറ്റ് കൊടുക്കാതെ തെർമോക്കോൾ ബോൾസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനി പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ, കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. എങ്ങനെ ചെയ്തെടുത്താലും നല്ല ഭംഗിയാണ്. എന്നിട്ട് ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കാണ്. ഈ ഒരു വലിയ ചിലവൊന്നും വരുന്നില്ലല്ലോ, ബലൂണിൻ്റെ ഒരു ചിലവല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ, അറിയിക്കാൻ മറക്കരുത്. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അതിൻ്റെ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവുമല്ലോ, അതും കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.